Hey all, welcome to my YouTube channel. അപ്പോൾ ഇന്ന് നമുക്ക് ഓപ്പറേറ്റേഴ്സ് എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. So what are operators? So operators are nothing but symbols. So these symbols are used to perform operations on variables and values. വാല്യൂസിൻ്റെയും വേരിയബിൾസിൻ്റെയും മുകളിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് നടത്തുന്ന അതിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വാല്യൂ 5+3 ഇതിൽ പ്ലസ് എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതൊരു വാല്യൂ ആണ്, അല്ലെങ്കിൽ A into B. അപ്പം എയും ബിയും വേരിയബിൾ ആണ്. അപ്പം ഇൻറ്റു എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റർ. 3 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്: യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ ആൻഡ് ടെർണറി ഓപ്പറേറ്റർ. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി വൺ വേരിയബിൾ അല്ലെങ്കിൽ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, യൂണറി ഓപ്പറേറ്റർ. ബൈനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസ് ഉണ്ടാവും അല്ലെങ്കിൽ 2 വാല്യൂസ് ഉണ്ടാവും. ഇനി ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ 3 വേരിയബിൾസ് അല്ലെങ്കിൽ 3 വാല്യൂസും ഉണ്ടാവും. അതാണ് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു വേരിയബിളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് യൂണറി ഓപ്പറേറ്റർ, 2 വേരിയബിൾസിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് ബൈനറി ഓപ്പറേറ്റർ, 3 വേരിയബിൾസിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നതാണ് ടെർണറി ഓപ്പറേറ്റർ. അപ്പം മോസ്റ്റ് ഓഫ് ദ ഓപ്പറേറ്റേഴ്സും നമ്മൾ കണ്ടുവരുന്നത് ബൈനറി ഓപ്പറേറ്റർ എന്ന കാറ്റഗറിയിലാണ്. അപ്പം യൂണറി ആണെങ്കിലും ടെർണറി ആണെങ്കിലും നമ്മൾ പ്രത്യേകം എടുത്തു പറയും അത് യൂണറി ആണെങ്കിൽ അല്ലെങ്കിൽ ടെർണറി ആണെന്ന്. അപ്പം നമുക്ക് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സിലേക്ക് പോകാം. അപ്പം ബേസിക്കലി 9 ക്ലാസിഫിക്കേഷനാണ് ഓപ്പറേറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു ആരോഡ് ലൈൻ വരച്ചേക്കുന്നത് അത് പ്രയോറിറ്റി ഓഫ് ഓപ്പറേറ്ററാണ്. അതായത് ഇതിൽ ഫസ്റ്റ് എന്ന് എഴുതിയതാണ് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ഉള്ളത്. അത് നമുക്ക് ലേറ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൻ്റെ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രയോറിറ്റി. ഇതാണ് അതിൻ്റെ ഓർഡർ ആക്ച്വലി. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് യൂണറി ഓപ്പറേറ്ററാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു യൂണറി അല്ലെങ്കിൽ ടെർണറി ആണെങ്കിൽ നമ്മൾ എടുത്തു പറയും, ബാക്കിയെല്ലാം ബൈനറി ആയിരിക്കും. അപ്പോൾ യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്, പിന്നെ ഒരു നെഗേഷൻ, പിന്നെ ഒരു മൈനസ്. അതായത് A പ്ലസ് പ്ലസ് അല്ലെങ്കിൽ A മൈനസ് മൈനസ്, നോട്ട് ഈക്വൽ ടു ഓഫ് A, പിന്നെ മൈനസ് ഓഫ് A. അപ്പം ഇതാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും A പ്ലസ് പ്ലസ്, എയുടെ വാല്യൂ 1 ആണെങ്കിൽ A പ്ലസ് പ്ലസ് ഇറ്റ് വിൽ ബി 2 ആൻഡ് ദെൻ A മൈനസ് മൈനസ് 1 ആണെങ്കിൽ A വിൽ ബിക്കം 0. അപ്പം നെഗേഷൻ ഓഫ് എ എപ്പോഴും നമ്മളൊരു ബൂലിയൻ വാല്യൂ ആണ് എ എങ്കിൽ അതിന് നെഗേഷൻ ഓഫ് എ ചെയ്യും. അപ്പം എല്ലാത്തിനും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം ഒറ്റ വേരിയബിളേ ഉള്ളൂ അല്ലെങ്കിൽ ഒറ്റ വാല്യൂ ഉള്ളൂ ഇത്. അതുകൊണ്ടാണ് ഇതിനെ യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തതൊക്കെ ബൈനറി ഓപ്പറേറ്റേഴ്സാണ്. അപ്പം അതിൽ സെക്കൻഡ് പ്രയോറിറ്റി വരുന്നതാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ. പിന്നെ വേറൊരു അരിത്മെറ്റിക് ഓപ്പറേറ്ററും കൂടി ഉണ്ട്, അതായത് മോഡുലസ് ഓപ്പറേറ്റർ. ഇത് ഇപ്പം ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു 13ഉം 5ഉം ആണ് സംഖ്യ എങ്കിൽ 13/5 അതിൻ്റെ കോഷ്യൻ്റ് ആണ് 2, അതിൻ്റെ റിമൈൻഡർ ആണ് 3. അപ്പം 13/5 ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് 2 ആയിരിക്കും. ഈ 13% 5 ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് ഉത്തരം കിട്ടുന്നത് നമുക്ക് 3 ആയിരിക്കും. അതാണ് ഈ ഡിവിഷൻ്റെയും മോഡുലസിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ 5 അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ നോക്കി. ഇനി അടുത്തതാണ് റിലേഷണൽ ഓപ്പറേറ്റർ. തേർഡ് കാറ്റഗറി ഓഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഓപ്പറേറ്ററാണ്. അപ്പം ഈക്വൽ ടു ഉണ്ട്, നോട്ട് ഈക്വൽ ടു ഉണ്ട്, അതൊരു റിലേഷൻ. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു, അതൊരു റിലേഷൻ. അല്ലെങ്കിൽ ഗ്രേറ്റർ അല്ലെങ്കിൽ ലെസ്സർ, അപ്പം ഇതൊരു റിലേഷൻ. അപ്പോൾ ഈ 6 ടൈപ്പാണ് റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതും ബൈനറി ഓപ്പറേറ്ററാണ്. കാരണം നമ്മളിപ്പം 2 എണ്ണത്തിനെ ഇപ്പം റിലേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ, അതായത് A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B. എപ്പോഴും ഇതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബൂളിയൻ ആയിരിക്കും. ഇഫ് A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B അല്ലെങ്കിൽ ഇഫ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. അപ്പോൾ നമ്മൾ കൂടുതലും ഇഫ് കണ്ടീഷൻ്റെ അകത്താണ് നമ്മൾ ഈ റിലേഷണൽ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ബൂളിയൻ ഓപ്പറേറ്റർ. ഈ ബൂളിയൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൂളിയൻ വാല്യൂസിൻ്റെ മുകളിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതായത് ഇതും ബൈനറി ഓപ്പറേറ്ററാണ്. ബൂളിയൻ ആൻഡ് ഉണ്ട്, ബൂളിയൻ ഓർ ഉണ്ട്, ബൂളിയൻ നോട്ട് ഉണ്ട്. അപ്പം A ഈക്വൽ ടു ട്രൂ, B ഈക്വൽ ടു ഫാൾസ് ആണെങ്കിൽ അങ്ങനെ 2 വാല്യൂ ഉണ്ട് വെച്ചോ, എയ്ക്കും ബിക്കും ഒരു വാല്യൂ ഉണ്ട്. അപ്പം A ആൻഡ് B നമുക്ക് ചെയ്യാം, A ഓർ B ചെയ്യാം, അല്ലെങ്കിൽ നോട്ട് നെഗേഷൻ ഓഫ് A ചെയ്യാം. ഈ നെഗേഷൻ എന്ന് പറയുന്നത് ഈ യൂണറി ഓപ്പറേറ്റർ പോലെ തന്നെയാണ്, ഒറ്റ വാല്യൂയുടെ മുകളിൽ ആക്ട് ചെയ്യുന്നുള്ളൂ, അത് സെയിം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതാണ് ബൂളിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ബൂളിയൻ വാല്യൂസിൻ്റെ മുകളിൽ മാത്രം ആക്ട് ചെയ്യുന്നതാണ് ബൂളിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ബിറ്റ്വൈസ് ഓപ്പറേറ്റർ.
ബിറ്റ്വൈസ് ഓപ്പറേറ്റർ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു സെപ്പറേറ്റ് ടോപ്പിക്കിൽ തന്നെ നമുക്ക് നോക്കാം. അത് കുറച്ച് പറയാനുണ്ടാവും. അപ്പം ബിറ്റ്വൈസ് എന്ന് പറയാൻ തന്നെ നിങ്ങൾക്ക് കേൾക്കാം, അറിയാൻ പറ്റും. അപ്പം അതിനെ ബിറ്റായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അതായത് അതിനെ ബൈനറി കോഡഡ് ആക്കാൻ പറ്റും. അതായത് 1100, അതേപോലെ 1011. ഇനി ഇതിൻ്റെ ബിറ്റ് വൈസ് ആൻഡ് എടുക്കുകയെന്ന് വെച്ചോ. ബിറ്റ് വൈസ് ആൻഡ് എടുക്കുകയാണെങ്കിൽ 0001. ഇതാണ് ബിറ്റ് വൈസ് ആൻഡ്. ഇപ്പം 0യും 1ഉം കൂടെ 0. ആൻഡ് എന്ന് പറയാൻ നമുക്ക് എപ്പോഴും അറിയാം, ആൻഡ് 2 1 ആകുമ്പോൾ മാത്രമേ ട്രൂ ആവുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ബിറ്റ് വൈസ് ആൻഡ്. അതേപോലെ ഇതിൻ്റെ ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് എക്സ് ഓർ. പിന്നെ ഇതെന്ന് പറയുന്നത് ഷിഫ്റ്റാണ്. ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, അതൊക്കെയാണ് ഇത്. ഇനി അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അടുത്ത പ്രയോറിറ്റിയിൽ വരുന്നതാണ്, 6th പ്രയോറിറ്റിയിൽ വരുന്നതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇതും ബൈനറി ഓപ്പറേറ്ററാണ്. ഇപ്പോൾ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെർണറി ഓപ്പറേറ്റർ. ടെർണറി ഓപ്പറേറ്റർ നമ്മൾ നേരത്തെ നോക്കിക്കഴിഞ്ഞു. അത് 3 വേരിയബിൾസിന് മുകളിൽ അല്ലെങ്കിൽ 3 വാല്യൂസിന് മുകളിൽ ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും അതൊരു ബൂളിയൻ വാല്യൂ ആയിരിക്കും. അതായത് ഇപ്പം A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B, ഇതൊരു ബൂളിയൻ വാല്യൂ ആണ്. either it will be true or false. if A greater than or equal to B, A, അല്ലെ else B, അല്ലെങ്കിൽ എന്തെങ്കിലും. ഇതാണ് ടെർണറി ഓപ്പറേറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി അടുത്തത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എല്ലാവർക്കും അറിയാം, നമ്മൾ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ എല്ലാത്തിലും ഉപയോഗിക്കുന്നതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ, മെമ്പർ ഓഫ്, ഇൻസ്റ്റൻസ് ഓഫ്, കാസ്റ്റ്. ഇത് 4ആണ് അടുത്തത്. അതൊക്കെ നമുക്ക് ഓരോ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇത് ഒബ്ജക്റ്റ് ക്രിയേഷൻ്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് ഡോട്ട് ഓപ്പറേറ്ററിനാണ് മെമ്പർ ഓഫ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ നമ്മൾ ഇപ്പം ഇഫ് ഈവൺ ഇസ് എൻ ഇൻസ്റ്റൻസ് ഓഫ് എംപ്ലോയി, അതായത് അതിൻ്റെ ഇൻസ്റ്റൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻസ്റ്റൻസ് ഓഫ് ഓപ്പറേറ്റർ. അതേപോലെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാസ്റ്റ് ഓപ്പറേറ്റർ. ഇതെല്ലാം നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കോഡിങ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അടുത്താണ് പ്രയോറിറ്റി ഓഫ് ഓപ്പറേറ്റർ. ഈ പ്രയോറിറ്റി ഓഫ് ഓപ്പറേറ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു നിമോണിക്കാണ് UARBBLTA. അപ്പം യു എന്ന് പറഞ്ഞാൽ യൂണറി, എ എന്ന് പറഞ്ഞാൽ അരിതമെറ്റിക്, ആർ ഫോർ റിലേഷണൽ, ബി ഫോർ ബൂളിയൻ, ആൻഡ് നെക്സ്റ്റ് ബി ഫോർ ബിറ്റ്വൈസ്, ദെൻ ലോജിക്കൽ, ടെർണറി, ദെൻ അരിതമെറ്റിക്. അതാണ് പ്രയോറിറ്റി ഓഫ് ഓപ്പറേറ്റേഴ്സ്. അപ്പം ഇത്രയേ ഉള്ളൂ ഓപ്പറേറ്റേഴ്സിൻ്റെ സെക്ഷൻ. ഇനി ബാക്കി നമുക്ക് കുറച്ച് കോഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ടോപ്പിക്കിൽ നോക്കാം. ഇതിൻ്റെ ഒരു സെക്കൻഡ് സീരീസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.